നമസ്കാരം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും പ്രഷർ റൂമിലേക്ക് എത്തുകയാണ്. സംഭവം എന്താണെന്ന് പ്രഷർ കണ്ടു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസമായിരുന്നു മാരിവില്ലിൻ ഗോപുരം എന്ന സിനിമ റിലീസായത്. ആ സിനിമ റിലീസായപ്പോൾ ഒരു റിവ്യൂ ചെയ്യുന്ന ഒരു വ്യക്തിയുണ്ട്, മാന്യ വ്യക്തി അശ്വന്ത് കോക്ക്. അദ്ദേഹം ആ റിവ്യൂ ചെയ്യുകയും സിനിമ വളരെ മോശമാണെന്ന് ചിത്രീകരിക്കുകയും ചെയ്തു. റിവ്യൂ ചെയ്യുന്നതിനല്ല ഞാനെതിര്. പണ്ടും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതിനു മുമ്പും പറഞ്ഞു, റിവ്യൂ ചെയ്യുന്നതിന് ഞാൻ എതിരില്ല. ഒരു സ്വാതന്ത്ര്യമുള്ള രാജ്യത്താണ് നമ്മൾ. അപ്പോൾ നമുക്ക് എന്ത് പറയണമെന്ന് നമുക്കറിയാം. പക്ഷേ വ്യക്തിഹത്യ ചെയ്യരുത് എന്ന് അന്നും ഇന്നും ഒരേ ശബ്ദത്തിൽ ഞാൻ പറയുകയാണ്. വ്യക്തിഹത്യ ചെയ്യുന്നതിൽ യോജിക്കാൻ കഴിയില്ല. എന്തായാലും മാരിവിൽ ഗോപുരം സിനിമ ഇറങ്ങുകയും ആ സിനിമയെ വളരെ മോശമായ നിലയിൽ അദ്ദേഹം റിവ്യൂ ചെയ്യുകയും ആ റിവ്യൂ ചെയ്യുന്നപ്പം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മ്യൂസിക് ഡയറക്ടറിൻ്റെ വരെ, വിദ്യാസാഗറിൻ്റെ വരെ വളരെ മോശമായ നിലയിലാണ് അദ്ദേഹം ആ റിവ്യൂയിലൂടെ പറഞ്ഞത്. പിന്നീട് അത് ഡിലീറ്റ് ചെയ്തിട്ട് കണ്ടം വഴി ഓടുകയും ചെയ്തു. കണ്ടം വഴി ഓടിയ എന്തിനാണെന്നും എനിക്കറിയില്ല. എന്തായാലും പിന്നീട് ആ സംഭവം അവിടെ ഇല്ല, അദ്ദേഹത്തിൻ്റെ പേജിലില്ല, ഫേസ്ബുക്കിലില്ല, യൂട്യൂബിലില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇതുമായി ബന്ധപ്പെട്ടാണ് ഞാൻ സിയാദ് കോക്കർ, അതിൻ്റെ നിർമ്മാത കമ്പനിയുടെ ഉടമയായ സിയാദ് കോക്കറിനെ ഒത്തിരി സിനിമകൾ നിർമ്മിച്ച അദ്ദേഹത്തിൻ്റെ അഭിമുഖം എടുക്കുകയുണ്ടായി. അദ്ദേഹം അഭിമുഖത്തിൽ കൃത്യമായി പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഇപ്രകാരമുള്ളൂ: ഒന്നിലെ സിയാദ് കോക്കറിനെ സിനിമ പഠിപ്പിക്കണം. അദ്ദേഹം വന്ന് സിനിമ പഠിപ്പിച്ചു തരണം. ആ പഠിപ്പിച്ചു തന്നാൽ കൃത്യമായി തന്നെ ഞാനത് ഉൾക്കൊള്ളാം. അത് നല്ല കാര്യമാണെങ്കിൽ ഞാനും എൻ്റെ മക്കളോടും, അത് മകളാണ് എൻ്റെ നിർമ്മാതാവ്, മകളോടും പറയാമെന്ന് അദ്ദേഹം പറയുന്നു. അല്ലെങ്കിൽ അശ്വന്ത് കോക്കിന് സിനിമ പഠിപ്പിക്കും എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം വെല്ലുവിളി ഉയർത്തിയിട്ടുണ്ട്. എന്ത് സംശയമിരിക്കണം? കാരണം വെല്ലുവിളിക്കും കാരണമുണ്ട്. അതും കൂടെ ഒന്ന് ഈ കമൻ്റ് ഇടുന്ന തൊഴിലാളികളുണ്ടല്ലോ, ഒളിച്ചിരുന്ന് കമൻ്റ് ഇടുന്ന തൊഴിലാളികൾ അറിയാൻ വേണ്ടി തന്നെ പറയുന്ന ഒരു സിനിമയ്ക്കുള്ളിലുള്ള അവരുടെ കഷ്ടപ്പാടുകൾ. അപ്പോൾ നിങ്ങൾ അവർ കഷ്ടപ്പെട്ടാൽ ഞങ്ങൾക്ക് എന്തിനാ നല്ല സിനിമ തന്ന പോരെയെന്ന് ചോദിക്കും. എടോ, താങ്കൾ ഇഷ്ടപ്പെട്ടാൽ പോയി സിനിമ കാണ്, ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം പറ. പക്ഷെ ഒരാളുടെ വ്യക്തിഹത്യ ചെയ്യല് എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നുണ്ട്. ഈ 100ഓളം ആളുകൾ, 100-150 ആളുകൾ വെയിലും മഴയും കൊണ്ട് രാപ്പകൽ ജോലി ചെയ്യുന്ന ഒരു തൊഴിലിടമാണ് സിനിമ, ഒരു വ്യവസായമാണ് സിനിമ. അവിടെ പോയി നിന്ന് ഈ കമൻ്റ് ഇടുന്ന തൊഴിലാളികളൊന്നും അവിടെ പോയി ഒരു മണിക്കൂർ നിന്ന് കാണ്, അവരുടെ കഷ്ടപ്പാടുകൾ അറിയാം. ആ കഷ്ടപ്പാടുകൾ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കുന്ന ഇത്തരം റിവ്യൂ ചെയ്യുന്നവർക്കെതിരെയുള്ള ഒരു പോരാട്ടം തന്നെയാണ്. ആ പോരാട്ടം ഞാൻ തുടങ്ങിയിട്ട് കുറച്ചായി മക്കളെ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങോട്ട് വന്ന് കമൻ്റ് ഇട്ട് പേടിപ്പിക്കണ്ട. ഇത് നല്ല തൊലിക്കെട്ടിയാണ് എനിക്ക് കേട്ടോ. നിൻ്റെ കമൻറ്റിലൊന്നും പേടിക്കുന്ന ഒരു വ്യക്തിയുമല്ല. പിന്നെ ഞാൻ പറയാനുള്ള കാരണം, ഞാൻ ഇതുവരെ ഇങ്ങനെ പ്രതികരിച്ചില്ല. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ആ വീഡിയോ ചെയ്തപ്പോൾ അതിൽ കുറേ കമൻറ്റുകൾ വന്നിട്ട് കുറച്ച് പേര് എൻ്റെ വീട്ടിലിരിക്കുന്നവരെയൊക്കെ വിളിക്കുന്നത് ഞാൻ കേട്ടു. നിങ്ങൾക്ക് വിളിക്കാം, കാരണം നിൻ്റെ ഒന്നും സംസ്കാരമല്ലടോ എൻ്റെ സംസ്കാരം വേറെയാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നിൻ്റെ അച്ഛനല്ല എൻ്റെ അച്ഛൻ. അത് മാത്രമേ നിനക്കൊക്കെ ഉള്ള മറുപടിയുള്ളൂ. ഇനിയും ഞാൻ വീഡിയോ ചെയ്യും. സിനിമയ്ക്ക് വേണ്ടി നിലനിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്, എന്ത് സംശയമിരിക്കുന്ന. ആ സിനിമ ആ കുടുംബങ്ങളുമായിട്ട് ബന്ധങ്ങളുണ്ട്. അതുകൊണ്ട് സിനിമയെ ഉപദ്രവിക്കുന്നവർക്കെതിരെ പോരാടാൻ തന്നെയാണ് ഞാൻ തീരുമാനം. കാരണം സിനിമ കൊള്ളൂല്ല എന്നുള്ള ഇഷ്ടപ്പെട്ടില്ല എന്ന അഭിപ്രായം പറയാമെന്ന് ഞാൻ വീണ്ടും പറയുന്നു. ഞാനും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ സിനിമയിൽ അഭിനയിക്കുന്നവരെ വ്യക്തിഹത്യ ചെയ്യരുത് എന്നും മാത്രമാണ് ഞാൻ അന്നും ഇന്നും പറയുന്നത്. സിയാദ് കോക്കർ പറഞ്ഞാൽ എന്താണ് തെറ്റ്? ഞാൻ ജയിലിൽ പോയി കിടക്കേണ്ടത് വന്നാലും കിടക്കും. കാരണം അത്രമാത്രം അദ്ദേഹത്തിന് വേദനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് സിനിമ മോശമാക്കുന്നതിനപ്പുറത്തേക്ക് വിദ്യാസാഗർ പോലെയുള്ള ഏറ്റവും വ്യക്തിത്വത്തെ വളരെ മോശമായി കോമാളിത്തരത്തോടുകൂടി അവഹേളിച്ചപ്പോഴാണ് അദ്ദേഹം പ്രതികരിച്ചു തുടങ്ങിയത്. അദ്ദേഹം കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട്. എറണാകുളത്ത് കമ്മീഷണർ ഈ കേസുമായി മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരിട്ട് കാണാം. ഇനി ഞാനും പറയുന്നു, ഞാനും വെല്ലുവിളി തന്നെയാണ്. ഈ ഒളിച്ചിരുന്ന് കമൻ്റ് ഇടുന്നവരെ ഞാൻ വെല്ലുവിളിക്കുന്നു. നിങ്ങൾക്ക് നേരിട്ട് എൻ്റെ അടുത്ത് വരാം. കാരണം ഞാൻ പറയാനുള്ള വേറൊന്നും കൊണ്ട, എനിക്ക് കമൻറ്റ് എന്ന് പറഞ്ഞ കാര്യത്തിൽ ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾ കമൻ്റ് ഇടുമ്പോഴും അപ്പോഴും എൻ്റെ വീഡിയോ കാണുന്നു എന്നുള്ള സന്തോഷമാണ് എനിക്കുള്ളത്. കാരണം ആ വീഡിയോയ്ക്ക് റീച്ച് ഉണ്ടാ. നീ കമൻ്റ് ഇട്ട് വീഡിയോ കാണ്. പക്ഷെ പറയേണ്ടത് പറയാതെ പോയില്ലെങ്കിലുണ്ടല്ലോ, അത് വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു വീഡിയോയ്ക്ക് ഞാൻ വരാനുള്ള കാരണം എന്ന കാര്യത്തിൽ സംശയമില്ല. സിനിമയെ ചതിക്കുന്നവരുടെ അടുത്ത്, സിനിമയെ ഇല്ലാതാക്കുന്നവർക്കെതിരെ പോരാടാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. മൂവി വേൾഡ് മീഡിയ അത്തരമൊരു പ്രസ്ഥാനമുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രസ്ഥാനം സിനിമയ്ക്കൊപ്പം തന്നെ നിൽക്കുന്ന പ്രസ്ഥാനമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം റിവ്യൂ ചെയ്യുന്നവർക്കെതിരെ പോരാടും. ഇതിനു മുമ്പേ തീർക്കേണ്ടതായിരുന്നു. എത്ര പേരെയാണ്, എത്ര സിനിമകളാണ് ഇല്ലാതെയാക്കിയത്. എനിക്കറിയാം എത്ര പേരുടെ കണ്ണീരാണ് ഈ ഒരു കോമാളിയ കാരണം ഇല്ലാതായത്.
അദ്ദേഹത്തിന് സിനിമ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞിട്ട് പോവുകയല്ലാതെ മറ്റുള്ളവരെ അവഹേളിക്കുക, ആ കോമാളി വേഷങ്ങളിട്ട് വരിക, എന്നിട്ട് പറയുക, വായി തോന്നുന്നത് പറയുക, എവിടെ ഒളിച്ചിരുന്ന് പറയുക, പരസ്യമായിട്ട് രംഗത്ത് വരാതിരിക്കുക. ഇതിനെതിരെയാണ് സിയാദ് കോക്കർ പ്രതികരിച്ചത്. ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ, സംഘടനകൾ, സിനിമാ സംഘടനകൾ ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ മാത്രമേ ഇതിനെ ചെറുക്കാൻ കഴിയുള്ളൂ. ഇന്നലെ സിനിമാ സംഘടനകൾക്ക് പല വേദികളിലും ഇത് സംസാരമുണ്ടായി എന്ന് എനിക്കറിയാം. മുഖ്യധാര മാധ്യമങ്ങൾ വരെ അത് ഇന്നലെ ഏറ്റെടുത്തിട്ടുണ്ട്. എന്നാൽ ചില ഓൺലൈൻ മാത്രമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഓൺലൈൻ ഏറ്റെടുക്കാത്തവർ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്, ഈ സിനിമ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഓൺലൈൻകാരൊക്കെ മുന്നോട്ട് പോകുന്നത്. ഈ നിർമ്മാതാവില്ലെങ്കിൽ സിനിമയില്ല, സിനിമയില്ലെങ്കിൽ താരങ്ങളില്ല, ആ താരങ്ങളില്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ എടുക്കാനോ അപ്പ് ചെയ്യാനും കഴിയില്ല എന്നൊരു ഓർമ്മപ്പെടുത്തലും കൂടെ ഞാൻ പെടുത്തുകയാണ്. മുഖ്യധാര മാധ്യമങ്ങൾ വന്നതുപോലെ തന്നെ എല്ലാവരും മുന്നോട്ട് വരണം ഇത്തരക്കാർക്കെതിരെ പോരാടാൻ. അല്ലെങ്കിൽ ഇത്തരക്കാരെ മുൻനിരയിൽ കൊണ്ടുവന്ന് അഭിമുഖം എടുത്തോ ചർച്ചകൾ നടത്തിയോ അവരെ വളർത്തുകയല്ല വേണ്ടത്, അവരെ തളർത്തുകയാണ് വേണ്ടതെന്ന കാര്യം ഒന്നും കൂടെ ഓർമ്മപ്പെടുത്തുന്നു. വീണ്ടും പറയുന്നു, കമൻറ്റ് തൊഴിലാളികളെ, എനിക്ക് നിങ്ങളിതേ ഇതിൻ്റെ വിലയുള്ളൂ. സംസ്കാരം എന്നെ അനുവദിക്കുന്ന രീതിക്കേ ഞാൻ പറയുള്ളൂ. അതിൻ്റെ ഒന്നും കൂടെ പറയുന്നു, നീ എനിക്കെതിരെ ഒരേ കമൻറ്റ് എൻ്റെ വീട്ടിലുള്ളവർക്കെതിരെ ഇടുമ്പോൾ നിൻ്റെ അച്ഛനല്ല എൻ്റെ അച്ഛൻ. അപ്പോൾ നമസ്കാരം, നന്ദി.